ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് രഞ്ജു ഇങ്ങനെ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ രേഖ ഒളിഞ്ഞു നോക്കണം കേട്ടോ. അങ്ങനെ രഞ്ജു കോഫിയുമായിട്ട് ഗോവിന്ദിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കയറി പോവാണ്. അപ്പോൾ രേഖ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഒരു കോഫി എടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് അരമണിക്കൂറോ, ഇവണെങ്കിൽ ഇവൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തീരുമ്പോഴത്തേക്കും ഉച്ചവേണ്ടതിൻ്റെ സമയമാവുമല്ലോ. ഇവളും ഗോവിന്ദേട്ടനും തമ്മിൽ എന്തായിരിക്കും ബന്ധം, അവർ തമ്മിൽ എന്തായിരിക്കും സംസാരിക്കുന്നത്? ഇതെങ്ങനെ അറിയും? അതിന് തൽക്കാലം ഇപ്പോൾ ഒരേ ഒരു വഴിയുള്ളൂ, ഒളിഞ്ഞു നോട്ടം. മോശമാണ്, എന്നാലും കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒളിഞ്ഞു നോട്ടത്തിൽ കാഞ്ചനയുടെ നിലവാരത്തിൽ എത്തിയേ പറ്റുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ രേഖ നമ്മുടെ രഞ്ജുവിനെ ഫോളോ ചെയ്തിട്ട് ഗോവിന്ദിൻ്റെ മുറിയെ ലക്ഷ്യമാക്കി പോവാണ്. രഞ്ജു അങ്ങനെ ചായ ഇട്ടിട്ട് ഗോവിന്ദിൻ്റെ ബെഡിലിരുന്ന് ചായ ഗോവിന്ദിന് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് രേഖ. കട്ടിലാണല്ലോ ഇവിടെ ഇരിപ്പ്. അങ്ങനെ രഞ്ജു പറയാണ്, ഇന്ന് ഓഫീസിൽ വെച്ചിട്ട് അക്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദേട്ടൻ എന്നോട് പറഞ്ഞില്ലേ, നീ എന്തെങ്കിലുമൊക്കെ ജോലിയിൽ ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ ഗോവിന്ദ്. അപ്പം എന്നെ ഗോവിന്ദേട്ടൻ ഓഫീസിൽ തന്നെ തളച്ചിടാനാണോ തീരുമാനം? ഒരു ജോലി ഉള്ളത് നല്ലതല്ലേ രഞ്ജു എന്ന് പറയാണ് ഗോവിന്ദ്. അതെ, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനോടൊപ്പമുള്ള കുടുംബജീവിതം. അത് ഗോവിന്ദേട്ടനും അറിയാവുന്ന കാര്യമല്ലേ? അപ്പോൾ രേഖ ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ ആഗ്രഹം ഗോവിന്ദേട്ടൻ സാധിച്ചു തരില്ലേ? അപ്പോൾ ഗോവിന്ദ് പറയാണ് തരും. ഇത് കേട്ട് ഞെട്ടുവാണ് രേഖ. നീ പക്ഷേ എനിക്ക് കുറച്ച് സാവകാശം തരണം, എനിക്ക് ഉറപ്പ് കിട്ടിയാൽ മതി ഗോവിന്ദേട്ട, എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണെന്നൊക്കെ നമ്മുടെ രഞ്ജു പറയാണ്. രേഖ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം, പാവം ഗീതു, അവക്കടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാം. അതിനുശേഷം രഞ്ജു ഫോൺ എടുത്തിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കാണ് കേട്ടോ ഗോവിന്ദിന്. ഞാൻ ഏജിങ് ഗ്രൂപ്പിൽ കുറച്ച് കുഴപ്പങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെ വീഡിയോ കണ്ടിട്ട് ഗോവിന്ദ് ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ രഞ്ജു പറയാണ്, ഇക്കാര്യത്തിൽ യഥാർത്ഥ പ്രതി ആരാണെങ്കിലും പിടിയിലാവണം. ഗീതു ചിലപ്പോൾ ഇതറിഞ്ഞിട്ടുണ്ടാകാം, എന്നിട്ട് സ്വന്തം അനിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറച്ചു വെച്ചതാണെങ്കിൽ നമ്മൾ അതും കണ്ടുപിടിക്കണം. അപ്പോൾ ഗോവിന്ദ് പറയാണ്, ഗീതു അങ്ങനെ ആരെയും സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കില്ല. ഏജിയും ഗ്രൂപ്പ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ എപ്പോഴും കൂട്ടിനുള്ള ആളാണ് ഗീതു, അവൾ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കില്ല എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ രഞ്ജു പറയാണ്, അതൊക്കെ ഈ എൻക്വയറി കഴിഞ്ഞിട്ടേ തീരുമാനിച്ചാൽ മതി, പല മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്ന എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയാണ്. അങ്ങനെ രേഖ ഇപ്പം മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ, ഇവക്കടെ യഥാർത്ഥം നീയാണല്ലോ ഗീതു, നീ എവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഗീതുവിന്. അങ്ങനെ ഗോവിന്ദ് ഫോൺ രഞ്ജുവിൻ്റെ കൊടുത്തിട്ട് ആ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്യാൻ പറയാണ് കേട്ടോ. എന്നിട്ട് അപ്പം തന്നെ വിനോദിനെ വിളിച്ചിട്ട് പറയണേ, എനിക്ക് നിന്നെ തനിച്ചൊന്ന് കാരണം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ്. എല്ലാം തൻ്റെ ഒരു പ്ലാനിലൂടെ നടന്നു പോകുന്നു എന്നുള്ളൊരു സന്തോഷത്തിൻ്റെ സൂചനയാണ് രഞ്ജുവിൻ്റെ മുഖത്ത് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വേഗം രേഖ ഗീതുവിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗീതു ഫോൺ എടുക്കുന്നില്ല. എന്താണ് ഫോൺ എടുക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് രേഖയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഗീതുവിൻ്റെ ഫോൺ അതാ വീട്ടിലിരിക്കുകയാണ്. ഇവൾ ഫോൺ കൊണ്ടുപോകാണ്ടാണോ പോയത്? അവർണികയുടെ നമ്പറാണെങ്കിൽ എൻ്റെ കയ്യിലില്ലല്ലോ, ഇനി എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ രേഖ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു കാര്യം ചെയ്യാം, പ്രിയമോളെ വിളിച്ചു നോക്കാം. അങ്ങനെ രേഖ പ്രിയനെ വിളിക്കണം കേട്ടോ. പ്രിയ രേഖയുടെ ഫോൺ കണ്ട സന്തോഷത്തിൽ വേഗം വിളിക്കണം, ചേച്ചി എന്തൊക്കെയാണ് വിശേഷം, എന്താ ഇപ്പം എന്നെ ഓർക്കാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേഖ പറയാണ്, മോളെ എനിക്ക് നിന്നോട് സീക്രട്ടായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഗോവിന്ദേട്ടൻ്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തിയിട്ട് ഇവിടെ താമസിച്ചിരിക്കുന്ന ഒരു രഞ്ജു ഇല്ലേ, അവിടെ എന്തോ കുഴപ്പങ്ങൾ നമ്മുടെ കമ്പനിയിൽ കണ്ടുപിടിച്ചിട്ട് എന്തോ വീഡിയോയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഗോവിന്ദനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വിനോദ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് വിഷമിച്ചിങ്ങനെ ഞെട്ടി നിൽക്കണം കേട്ടോ പ്രിയ. എന്നിട്ട് പറയാണ്, കുറച്ച് മുന്നേ വിനോദേട്ടൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞ ഗോവിന്ദേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേഖ പറയണേ, എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ട്, വിനോദേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുക, ഇപ്പോൾ തന്നെ ഇറങ്ങുമെന്ന് പറയാണ്. അപ്പോൾ രേഖ പറയാണ്, മോളവൻ ഒറ്റയ്ക്ക് വിടണ്ട, നീയും കൂടെ വാ, അല്ലെങ്കിൽ പ്രശ്നമാകും. പ്രിയമോളുണ്ടെങ്കിൽ വിനോദിനെതിരെ കടുത്ത തീരുമാനങ്ങളൊന്നും ഗോവിന്ദേട്ടൻ എടുക്കില്ല. അഥവാ രൂക്ഷമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോക്ക് ഗോവിന്ദേട്ടനെ ശാന്തമാക്കാനും കഴിയുമെന്നൊക്കെ പറയാണ് രേഖ. അങ്ങനെ പ്രിയ പറയാണ്, ഓക്കെ ഞാനൊന്ന് വിനോദിനോടൊപ്പം വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ റെഡിയായി താഴോട്ട് ഇറങ്ങി വരുന്ന വിനോദിനോട് പ്രിയ ചോദിക്കുകയാണ്, കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് അടുത്തിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ വിനോദ് പറയണേ, എൻ്റെ അറിവിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, പിന്നെ എന്തിനാണ് നിന്നോട് അത്യാവശ്യമായിട്ട് അറക്കിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ഗോവിന്ദേട്ടൻ പറഞ്ഞത്? അതവിടെ ചെന്നാലല്ലേ എനിക്കറിയുള്ളൂ, എങ്കിലും നീ ഇവിടെ നിൽക്കുക, ഞാനും കൂടി വരണുണ്ടെന്ന് പറഞ്ഞിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് പോവാണ് പ്രിയ. വിനോദ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അടുത്ത സീരിയൽ കാണിക്കുന്നത് കിഷോറിൻ്റെ വീട്ടിലാണ് കേട്ടോ. കിഷോറിൻ്റെ വീട്ടിലെ അമ്മയും അനിയത്തി കൂടിയിട്ട് ഇങ്ങനെ വീടൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഗീതു വന്നിട്ട് വാതിലിൽ ഇങ്ങനെ തട്ടുകയാണ്. ഗീതുവിനെ കണ്ടപ്പോൾ ഇവളെന്താ ഇവിടെ എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും നോക്കുകയാണ് കേട്ടോ. കൂടെ അപ്പോൾ അവർണികയും ഉണ്ട്. അങ്ങനെ അവർണികനെയും കൂട്ടിയിട്ട് ഗീതു ഇങ്ങനെ അകത്തേക്ക് കയറുവാണ്. കിഷോറിൻ്റെ അമ്മ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ഗീതുവിനെ തന്നെ നോക്കണം കേട്ടോ, ഇവളിനി എന്തിനാണാവോ ഇങ്ങോട്ടേക്ക് വന്നെന്നുള്ള രീതിയിൽ. അപ്പോൾ ഗീതു ചോദിക്കുകയാണ്, കിഷോർ ഇവിടെ ഉണ്ടോ? അപ്പോൾ അമ്മ പറയാണ്, അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ മോളെ? അല്ല മേഡം, ഇതാണ് ഒരു വലിയ കുഴപ്പം ഉണ്ടാക്കിയേക്കണമെന്ന് പറയുകയാണ് ഗീതു. ഞങ്ങൾ ഓർത്തെങ്കിലും മേഡം അവനോടൊന്ന് ക്ഷമിക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഗീതു ഒന്നും വേണ്ട, അത് ഉള്ളിൽ ചിരിക്കുകയാണ്. ഞാനല്ല അവർണിക്ക് ക്ഷമിക്കേണ്ടതെന്ന് പറയാണ്. അപ്പോൾ അവർണിക്ക് ഇങ്ങനെ പയ്യെ ചിരിക്കുകയാണ് കേട്ടോ.
ഇവർ രണ്ടുപേരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കിഷോറിനെ വിളിക്ക്, ഏട്ടൻ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ അവനൊക്കെ പറയാണ്, ഇത്രയും ഒപ്പിച്ച് വെച്ചിട്ട് ഓഫീസിൽ പോയിരിക്കുന്നത് ശരിയല്ലല്ലോ, ഇത് ഇത്തിരി സീരിയസ് മാറ്ററാണ്, ആദ്യം കിച്ചു വരട്ടെ എന്നിട്ട് പറയാമെന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് കിഷോറിന് ഫോൺ ചെയ്യാണ് അവർണിക. അങ്ങനെ കിഷോർ അവർണികയുടെ ഫോൺ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അപ്പോൾ അവർണിക ചോദിക്കണം, ഹലോ കിച്ചു, നീ എവിടെയാ? ഞാനൊരു അത്യാവശ്യമായിട്ടൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എന്താ കാര്യം എന്ന് പറയാമെന്ന് പറയാൻ കേട്ടോ. വലിയ താല്പര്യമൊന്നുമില്ലാത്ത രീതിയിലാണ് കേട്ടോ കിഷോറിൻ്റെ സംസാരം. അപ്പോൾ അവനൊക്കെ പറയാണ്, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം നടന്നിരിക്കുക, കിച്ചു ഇവിടെ വന്നിട്ട് അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. ഒന്നും മനസ്സിലാവാത്ത കിഷോറിൻ്റെ അമ്മയും പെങ്ങളും ഇങ്ങനെ അവർണികേനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേഷ്യത്തിൽ കിഷോർ പറയാണ് കേട്ടോ, കളി പറഞ്ഞ് നിൽക്കാൻ എനിക്ക് സമയമില്ല, എന്നെ തിരക്കില്ല, നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് നേരത്തെ വരണേ. അവർണിക, ഇങ്ങനെ സില്ലി മാറ്റേഴ്സ് പറയാനും ചോദിക്കാനും വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ കിഷോർ സംസാരിക്കുന്നത്. ഫുഡ് കഴിച്ചോ, എപ്പോൾ ഇറങ്ങും, എപ്പോൾ വരും, ഇതൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അവർണികയുടെ മുഖം പെട്ടെന്ന് മാറുന്നുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാതെ അവർണിക പിന്നെയും സംസാരിക്കാൻ കേട്ടോ. ഞാൻ കിച്ചനോട് ഒരു കാര്യം പറയട്ടെ, ഫ്രീ ആകുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം, അതുവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചതിനെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞ് കിഷോർ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അവർണിക അങ്ങനെ സങ്കടത്തോടെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഫോണൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവർണിക ഇങ്ങനെ പറയാണ്, ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അവന് നേരമല്ലെന്ന്, ജോലി തിരക്കാണെന്ന്. എന്ത് തിരക്ക്? മനഃപൂർവ്വം അവൻ തിരക്ക് അഭിനയിക്കുന്നതാ. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം ഞാൻ ആദ്യം അവനോട് പറയണമെന്ന് ഞാൻ കരുതിയെന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് അത് കേട്ടപ്പോൾ കിഷോറിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ അവർണിക പറയാണ്, എന്താ കാര്യം എന്ന് ചോദിക്കാനുള്ള മനസ്സ് പോലും അവൻ കാണിച്ചില്ല, ദുഷ്ടൻ. അപ്പോൾ കിഷോറിൻ്റെ അമ്മ ചോദിക്കണേ, മോള് ഗർഭിണിയാണോ? ഇത് എന്തൊക്കെ വിശേഷം ഉണ്ടായിട്ട് എന്താ കാര്യം? അമ്മയുടെ മോൻ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ലല്ലോ. അവന് എന്നേക്കാൾ പ്രിയപ്പെട്ടത് വേറെ ചിലതൊക്കെയാണ്, കിച്ചുവിനിപ്പോൾ എന്നെ വേണ്ട, അതാ കാര്യം. എന്താണെന്ന് ചോദിക്കുക പോലും ചെയ്യാതെ ഫോൺ കട്ട് ചെയ്തില്ലേ, അതിൻ്റെ അർത്ഥം എന്താ എന്നൊക്കെ പറയാൻ ഇങ്ങനെ സങ്കടപ്പെടുവാണ് കേട്ടോ അവർണിക. അപ്പോൾ ഗീത ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ അവർണിക നീ. അപ്പോൾ ഗീതനോട് ചോദിക്കുകയാണ്, ഗോവിന്ദ് സാർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ തിരക്ക് ഭാവിച്ചിട്ട് ഗീതാഞ്ജലിയുടെ കോള് കട്ട് ചെയ്യുമായിരുന്നോ? ഞാൻ കേട്ടതല്ലേ, ഗീതാഞ്ജലി വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവാണെന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദത്തിൻ്റെ വെപ്രാളം. സ്നേഹമുള്ളവർ അങ്ങനെയാണ്. അപ്പോൾ കിഷോറിൻ്റെ അമ്മ പറയാണ്, മോളെ അവനെ അത്രക്ക് തിരക്കുള്ളതുകൊണ്ടായിരിക്കും, അമ്മ ന്യായീകരിക്കേണ്ട. ഈ നിൽക്കുന്ന ഗീതാഞ്ജലി ഏജിയം ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനാ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എനിക്ക് വേണ്ടി സമയം ചെലവിച്ചതൊക്കെ ഇവരാ. പക്ഷെ കിച്ചോ, ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരു മിനിറ്റ് തന്നില്ല. സോറി ഗീതാഞ്ജലി, ഞാൻ പെട്ടെന്ന് ഇമോഷണലായിപ്പോയി. ഇത് ചിലപ്പോൾ എൻ്റെ വിധിയായിരിക്കും. ഗീതാഞ്ജലി എന്നോട് കാണിച്ച സ്നേഹത്തിന് താങ്ക്സ് എന്നൊക്കെ പറയാണ് കേട്ടോ അവർണിക. അങ്ങനെ അവർണികക്ക് വയ്യ, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോവാണ്. ഗീത വന്നിട്ട് ദേഷ്യത്തോടെ കിഷോറിൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാണ് കേട്ടോ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആത്മാർത്ഥതയുള്ള പെണ്ണവള്. പണത്തിന് വേണ്ടി മാത്രം മാർത്തി പിടിച്ചു നടക്കുന്ന അമ്മയുടെ മോനോടൊന്ന് പറയണം, അവർണികയുടെ സന്തോഷം കെടുത്തി കളയരുതെന്ന്. മോൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എൻ്റെ വക മധുരം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന സ്വീറ്റ് പാക്കറ്റ് കാണിക്കുകയാണ് കേട്ടോ. അവന് ജനിക്കുന്നതേ ഒരു പെൺകുഞ്ഞാവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് അവൻ ആ പെൺകുഞ്ഞിനെ പോലും ഒന്ന് പറയാല. കിഷോറിൻ്റെ പെങ്ങളെ ഗീത ഒന്ന് വിളിക്കാൻ കേട്ടോ. അവന് അതിന് പോലും മടിക്കില്ലടി, അവന് ഒരു ആൺകുഞ്ഞ് തന്നെ പെറുക്കട്ടെ, അവൻ്റെ വൃത്തികെട്ട സ്വഭാവമൊന്നും ഇല്ലാത്തൊരു ആൺകുഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഗീത അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് അറക്കൽ തറവാടാണ് കേട്ടോ. അറക്കൽ തറവാട്ടിലെ വിനോദും വരുണും രാധികാമയും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഹോളിൽ ഇരിക്കുവാണ്. പ്രിയ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന്. അപ്പോൾ എല്ലാവരും പറയാണ്, എനിക്കൊന്നും അറിയില്ല മോളെ. രാധികാമ പറയാണ്, അതൊക്കെ കണ്ണനെ അറിയുള്ളൂ, അവൻ ഞങ്ങൾക്കൊരു സൂചന പോലും തന്നിട്ടില്ല. അങ്ങനെ ഗോവിന്ദ് അങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ. എല്ലാവരും ഗോവിന്ദിനെ കണ്ടിട്ട് പെട്ടെന്ന് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഗോവിന്ദിനെ തന്നെ നോക്കി നിൽക്കുവാണ്. AGM IT സൊല്യൂഷൻ്റെ സെക്ഷൻ ആഗ്രഹം ഉടനെ തന്നെ നടക്കും. ബിൽഡിങ്ങിൻ്റെ ഫർണിഷിങ് കഴിഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് നിങ്ങളോട് വരാൻ പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ട് വരുൺ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ വിനോദിൻ്റെ അടുത്ത് ഗോവിന്ദ് ചോദിക്കുകയാണ്, പുതിയ ബിൽഡിങ്ങിൻ്റെ ഫർണിഷിങ്ങിന് ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? അപ്പോൾ വിനോദ് പറയാണ്, അങ്ങനെ അതിനുമായിട്ട് ബന്ധപ്പെട്ട ഫയലൊന്നും എൻ്റെ അടുത്തൊക്കെ വന്നിട്ടില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകളൊന്നും വിനോദ് കണ്ടിട്ടില്ല എന്ന് ചോദിക്കുകയാണ് ഗോവിന്ദ്. അപ്പോൾ ഇല്ലെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഗോവിന്ദ് സുവർണനോട് ചോദിക്കുകയാണ്, എത്ര ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാണ് കേട്ടോ. സുവർണ അപ്പോൾ പെട്ടെന്ന് പറയാണ്, അത് പിന്നെ 1 കോടി രൂപ. 75 ലക്ഷം രൂപയാണ് അവർ ആദ്യം പറഞ്ഞത്, പിന്നെ ഓഫീസ് റൂം കൂടി അധികം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ 1 കോടി കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കണം കേട്ടോ വരുൺ. അപ്പോൾ ഗോവിന്ദ് പറയാണ്, കണക്കിൽ 1 കോടി, പക്ഷേ അവർക്ക് കൊടുത്തത് 75 ലക്ഷം എന്ന് പറഞ്ഞിട്ട് പൊട്ടി തീർക്കുവാണ് കേട്ടോ. സുവർണ പറയാണ്, അല്ല സാർ 1 കോടിയാണ്. നോ, അവർക്ക് ലഭിച്ചത് 75 ലക്ഷം രൂപ മാത്രമാണ്, അതിന് ഫുൾ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാൻ കേട്ടോ. ബാക്കി 25 ലക്ഷം രൂപ ആരുടെ പോക്കറ്റിൽ പോയിന്ന് എനിക്കിപ്പോൾ അറിയണമെന്ന് പറയാണ്. ബജാസ് പറയാണ്, അങ്ങനെ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതാരാണെന്ന് സുവർണ പറയണം, ഇവിടെ ആരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊന്നും വേണ്ട. അപ്പോൾ രാധികാമ പറയാണ്, സുവർണ 1 കോടിയുടെ ബിസിനസ്സിൽ 25 ലക്ഷം രൂപ തട്ടിയെടുത്തത് ആരാണെങ്കിലും മാപ്പർഹിക്കുന്ന തെറ്റല്ല, ആരാ നമ്മുടെ കമ്പനിയെ ചതിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് സുവർണ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ്. 25 ലക്ഷം രൂപ എത്തിയ അക്കൗണ്ട് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയാണ് ഗോവിന്ദ്.
ഫർണിഷിങ്ങിൻ്റെ ഫയലുകൾ കണ്ടില്ലെന്ന് പറഞ്ഞ വിനോദാണ് അത് സൈൻ ചെയ്തിരിക്കുന്നത്. പ്രിയ അപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് വിനോദിനോട് ചോദിക്കുക, നീയാണോ പണം മാറ്റിയത്? സത്യം പറ, നീയാണ് തട്ടിപ്പ് നടത്തിയതെങ്കിൽ നിൻ്റെ ഒപ്പം ഞാനിനി ജീവിക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വിനോദ് പറയാണ്, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. രാധികമ്മ ചൂടാവാണ് വിനോദിൻ്റെ അടുത്ത്, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, അപ്പോൾ നീ അറിയാതെയാണ് ഇതൊക്കെ നടന്നതെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് വിനോദ് പറയാണ്, വരുണേട്ടൻ തന്ന പേപ്പറിലെല്ലാം ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ പ്രിയ ചോദിക്കുന്നു, വരുണേട്ടൻ പറയുന്നിടത്തൊക്കെ ഒപ്പിടലാണോ നിൻ്റെ പണി? ഗോവിന്ദേട്ട, ഈ കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അതിനെക്കുറിച്ചുള്ള അക്കൗണ്ട്സൊക്കെ ഈ സുവർണയെ നോക്കിയത്, ഈ സുവർണക്കറിയാം എന്താ സംഭവിച്ചതെന്നൊക്കെ പറയാൻ കേട്ടോ വിനോദ്. രാധികാമ പെട്ടെന്ന് വരുണിൻ്റെ പേര് കേട്ട പിന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എപ്പിസോഡ് തീരുവാണ്.